2024 ഓഗസ്റ്റ് മാസത്തിലെ ആനുകാലികമാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നഗരം എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയാണ്. ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ ഗ്രാമം ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ മധബർ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പുതിയ പ്രസിഡന്റ് ജയ് ഷാ സ്ഥാനമേൽക്കുന്നത് 2024 ഡിസംബർ 1 അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ സെക്രട്ടറി ജനറലായി ചുമതലയേറ്റ മലയാളി പി. അനിൽകുമാർ. 2022 ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും അധികം ബാലവേല കേസ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം തെലങ്കാന. മസ്തിഷ്കാഘാതം വന്നവരുടെ കൈകളിലെ ചലനശേഷി വീണ്ടെടുക്കുന്നതിനായി മദ്രാസ് IITയും വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജും ചേർന്ന് വികസിപ്പിച്ച റോബോട്ടാണ് റോബോട്ട് പ്ലൂട്ടോ. അടുത്തിടെ നരേന്ദ്രമോദി സന്ദർശിച്ച ജാം സാഹിബ് ഓഫ് നവനഗർ സ്മാരകം സ്ഥിതി ചെയ്യുന്ന രാജ്യം പോളണ്ട്. എല്ലാവരും വ്യൂവേഴ്സ് എല്ലാം കൂടുതലാണ്, പക്ഷേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ച് ഈ ചാനൽ മുന്നോട്ട് പോകാൻ എല്ലാവരുടെയും സഹകരണം വേണം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണമൊന്ന് ക്ലിക്ക് ചെയ്ത് ലൈക്കും കമൻറ്റും ഒക്കെ അയക്കാൻ മറക്കല്ലേ. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. തമിഴ്നാട്ടിൽ പുതുതായി ആരംഭിച്ച തമിഴക വെട്രിക്കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷനാണ് വിജയ്. 2024 ഓഗസ്റ്റ് അന്തരിച്ച പ്രമുഖ മലയാള സിനിമാ സംവിധായകൻ M. മോഹൻ. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി രൂപീകരിച്ച പുതിയ പെൻഷൻ പദ്ധതിയാണ് ഏകീകൃത പെൻഷൻ പദ്ധതി. ഈ പദ്ധതി നിലവിൽ വരുന്നത് 2025 ഏപ്രിൽ 1 മുതലാണ്. 2024 ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ കരസേന മേധാവിയാണ് S. പത്മനാഭൻ. കേരളീയനായ ആദ്യ സൈനിക മേധാവി കൂടിയാണ് S. പത്മനാഭൻ. മികച്ച നാടക ഗ്രന്ഥത്തിനുള്ള കേരള സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരം 2024 നേടിയത് ബൈജു ചന്ദ്രൻ. ജീവിത നാടകം, അരുണാഭം, ഒരു നാടകകാലം എന്ന കൃതികൾക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യയിലെ മെഡിക്കൽ കോളേജുകളിൽ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ ദേശീയ മെഡിക്കൽ കമ്മീഷൻ പ്രഖ്യാപിച്ച പുതിയ പദ്ധതിയാണ് നശമുക്ത് ഭാരത് അഭിയാൻ. 2024 ഓഗസ്റ്റ് ശ്രീലങ്കയിൽ നടന്ന ഇന്ത്യൻ ശ്രീലങ്ക സംയുക്ത സൈനിക അഭ്യാസമാണ് മിത്രശക്തി 2024. ഓണവിഭവങ്ങളായ ഉപ്പേരി, ശർക്കര വരട്ടിയും വിപണിയിൽ എത്തിക്കാൻ കുടുംബശ്രീ ആരംഭിച്ച ബ്രാൻഡാണ് ഫ്രഷ് ബൈറ്റ്സ്. മലയാള സിനിമ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് മോഹൻലാൽ. 2024 ഓഗസ്റ്റ് പാരീസിൽ നടക്കുന്ന പാരാലിമ്പിക്സിലുള്ള ഇന്ത്യൻ സംഘത്തിലെ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? സത്യപ്രകാശ് സാങ്വാൻ. ഇന്ത്യൻ പാരീസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റാണ് അദ്ദേഹം. 2024 ഓഗസ്റ്റ് അയ്യങ്കാളിയുടെ എത്രാമത്തെ ജന്മദിനമാണ്? 161. കേന്ദ്രമന്ത്രിയും മലയാളിയുമായ ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്തു നിന്നാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കുന്നത്? മധ്യപ്രദേശ്. 2024 ഓഗസ്റ്റ് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ച വ്യക്തിയാണ് രഞ്ജിത്ത്. ലോകത്തിലെ ആദ്യ സ്വകാര്യ ബഹിരാകാശ നടത്തം ലക്ഷ്യമിടുന്ന സ്പേസ് എക്സിൻ്റെ ദൗത്യം പൊളാരിസ് ഡോണാണ്. ദൗത്യത്തിൽ നേതൃത്വം നൽകുന്നത് ഇലോൺ മസ്കിൻ്റെ നേതൃത്വത്തിലുള്ള സ്പേസ് എക്സ് എന്ന കമ്പനിയാണ്. അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞ ഡംബർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ത്രിപുരയാണ്. ICC വനിതാ T20 ലോകകപ്പിലുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളികൾ സഞ്ജന സഞ്ജീവൻ വയനാട്ടുകാരിയാണ്. ആശ ശോഭന തിരുവനന്തപുരംകാരി. ഇന്ത്യൻ വനിതാ T20 ലോകകപ്പ് ടീമിൻ്റെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ, വൈസ് ക്യാപ്റ്റൻ സ്മൃതി മനാഥ. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് പ്രകാരമുള്ള കേസുകൾ പരിഗണിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി സ്ഥാപിക്കുന്നത് കൊല്ലത്താണ്. ശാസ്ത്ര സാങ്കേതിക മികവിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ വിജ്ഞാൻ ശ്രീ പുരസ്കാരം ലഭിക്കുന്നത് ഡോക്ടർ C. അനന്തരാമകൃഷ്ണനാണ്. അടുത്തിടെ ആദ്യമായി പുനരുപയോഗിക്കാവുന്ന ഹൈബ്രിഡ് റോക്കറ്റ് RSU-Mi-1 വിക്ഷേപിച്ച രാജ്യം ഇന്ത്യയാണ്. കേരളത്തിൽ
തെരുവുനായ ആക്രമണത്തിന് ഇരയായവർക്കുള്ള നഷ്ടപരിഹാരം നൽകാൻ സുപ്രീം കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം നൽകിയ കമ്മിറ്റിയാണ് ജസ്റ്റിസ് എസ് സിരി ജഗൻ കമ്മിറ്റി. 2016 സിരി ജഗൻ കമ്മിറ്റി രൂപീകരിച്ചത്. 2024 ഓഗസ്റ്റിൽ അന്തരിച്ച കേരള ഹൈക്കോടതിയുടെ മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസാണ് BP മോഹൻകുമാർ. ലോക റാങ്കിംഗ് 2ാം സ്ഥാനത്ത് എത്തിയ അമർ ഷെഹ്റാവത്ത് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗുസ്തി. പാരീസ് ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ഗുസ്തി താരമാണ് അമൻ ഷെഹ്റാവത്ത്. US ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന വക്ലാവ് ഹവൽ സെന്റർ എന്ന സംഘടനയുടെ 2024 ഡിസ്റ്റോർബിംഗ് പീസ് എന്ന പുരസ്കാരം ലഭിച്ച എഴുത്തുകാരി അരുന്ധതി റോയ്. അദാനി ഗ്രൂപ്പിനും സെബി ചെയർപേഴ്സൺ മദാബി പൂരി ബച്പിനുമെതിരെ റിപ്പോർട്ടുകൾ പുറത്തുവിട്ട ഹിഡൻ റിസർവ് ഏത് രാജ്യത്തിൻ്റെയാണ്? USA. ശ്രീനാരായണ ഗുരുവിൻ്റെ എത്രാമത് ജന്മവാർഷികമാണ് 2024 ഓഗസ്റ്റിൽ ആചരിച്ചത്? 170. ഐക്യരാഷ്ട്രസഭ സംഘടിപ്പിക്കുന്ന ഭാവിയുടെ ഉച്ചകോടിക്ക് 2024 വേദിയാകുന്നത് ന്യൂയോർക്ക്. ഭൂകമ്പത്തെ തുടർന്ന് പൊട്ടിത്തെറിച്ച റഷ്യയിലെ അഗ്നിപർവ്വതം ഷിവേലുച്ച് അഗ്നിപർവ്വതം. വിദ്യാർത്ഥികളിൽ സംരംഭകത്വ സംസ്കാരം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വ്യവസായ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഡ്രീം വെസ്റ്റർ. അന്തരീക്ഷ ഓക്സിജൻ സ്വീകരിച്ച് പറക്കുന്ന ATV റോക്കറ്റ് ഏത് സ്പേസ് ഏജൻസിയുടെയാണ്? ISRO. ഇന്ത്യയിലെ ആദ്യ അരി ATM സ്ഥാപിച്ചത് ഭുവനേശ്വർ, ഒഡീഷ. ഇന്ത്യൻ ജൂനിയർ പുരുഷ ഹോക്കി ടീമിൻ്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് PR ശ്രീജേഷ്. 2024 സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യയിൽ നിന്നും റംസാൻ സൈറ്റിൽ ഉൾപ്പെടുത്തിയ 3 സൈറ്റുകളാണ് തമിഴ്നാട്ടിലെ നഞ്ചരായൻ പക്ഷിസങ്കേതം, കഴുവേലി പക്ഷിസങ്കേതം, മധ്യപ്രദേശത്തിലെ തവ റിസർവെയർ. നിലവിൽ ഇന്ത്യയിൽ 85 റംസാൻ സൈറ്റുകളാണുള്ളത്. 2024 ഓഗസ്റ്റ് UN-ലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് P ഹരീഷാണ്. 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് 2023 മികച്ച ചലച്ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കാതൽ ദി കോറാണ്. ജിയോ ബേബിയാണ് സംവിധായകൻ. മികച്ച സംവിധായകൻ ബ്ലെസ്ലി. ആടുജീവിതം. മികച്ച നടൻ പൃഥ്വിരാജ്, അത് ആടുജീവിതം. മികച്ച നടി ഉർവശി, ഉള്ളൊരുക്ക്. കൂടാതെ ബീന R ചന്ദ്രൻ, തടവ്. ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23. ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലെ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്. ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഓഗസ്റ്റ് 23 ബഹിരാകാശ ദിനമായി രാജ്യം ആഘോഷിക്കുന്നത്. 2024 ദേശീയ ബഹിരാകാശ ദിനത്തിൻ്റെ പ്രമേയം ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കുന്ന ഇന്ത്യയുടെ ബഹിരാകാശ സാഗ. പാരീസ് ഒളിമ്പിക്സിന് പിന്നിലെ വിരമിക്കൽ പ്രഖ്യാപിച്ച മലയാളി ഗോൾ കീപ്പർ ശ്രീജേഷിനുള്ള ആദരസൂചകമായി ഇന്ത്യൻ സീനിയർ ഹോക്കി ടീമിൽ നിന്ന് പിൻവലിച്ച ജേഴ്സി നമ്പറാണ് നമ്പർ 16. 2024 ഓഗസ്റ്റ് വിക്ഷേപിച്ച ISROയുടെ പുതിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് EOS-08. 2024 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ 43 ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ച ആസാമിലെ അഹോം രാജവംശത്തിൻ്റെ മൈദം ശവകുടീരങ്ങളാണ്. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2022 അത് പ്രഖ്യാപിച്ചത്. മികച്ച ചിത്രം ആട്ടം. സംവിധായകൻ ആനന്ദ് ഏകർഷി. മികച്ച നടൻ ഋഷഭ് ഷെട്ടി, കാന്താര. സംവിധായകൻ ഋഷഭ് ഷെട്ടി. മികച്ച നടി നിത്യ മേനോൻ, തിരുച്ചിദംബരം. മാനസി പരേഖ്, കച്ച് എക്സ്പ്രസ്. മികച്ച സംവിധായകൻ സൂരജ് R ബർജാധ്യ, ഊഞ്ചയിൽ. തിരക്കഥ ആനന്ദ് ഏകർഷി. ആട്ടത്തിൽ. മലയാള ചലച്ചിത്രം സൗദി വെള്ളയ്ക്ക. മികച്ച ബാലതാരം ശ്രീപദ മാളികപ്പുറം. മികച്ച പശ്ചാത്തല സംഗീതം AR റഹ്മാൻ, പൊന്നിയിൻ സെൽവൻ. 2024 ഓഗസ്റ്റ് ഏത് രോഗത്തെ തുടർന്നാണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? Mpox അഥവാ മങ്കി പോക്സ് അഥവാ കുരങ്ങുപനി.
എംപോക്സിനെ ആഗോള അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ചത് 2024 ഓഗസ്റ്റ് 14-നാണ്. എംപോക്സിന് 2024 ഓഗസ്റ്റ് ബ്രസീലിലെ പ്രവർത്തനം അവസാനിപ്പിച്ച സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമാണ് എക്സ്. കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിനങ്ങളാണ് കൽപ്പസുവർണ, കൽപ്പശതാബ്ദി. ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും ഉയരം കൂടിയ ഹനുമാൻ പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിയൻ സ്ഥാപിച്ചത് ഏത് രാജ്യത്താണ്? അമേരിക്ക. ചലച്ചിത്ര നടൻ സത്യൻ്റെ ജീവിതം പ്രമേയമാക്കി രാജീവ് ശിവശങ്കർ എഴുതിയ നോവൽ സത്യം. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ക്ഷേത്ര ചുവർച്ചിത്രം ഒരുങ്ങുന്നത് കതിരൂർ സൂര്യനാരായണ ക്ഷേത്രം, കണ്ണൂർ, തലശ്ശേരി. ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് നിലവിൽ വന്ന നഗരം പൂനെ. ഇന്ത്യയിലെ ആദ്യ ലിഥിയം ഖനി നിലവിൽ വരുന്ന കോർബ ജില്ലയിലെ കത്കോര നഗരം ഏത് സംസ്ഥാനത്താണ്? ഛത്തീസ്ഗഡ്. 2024 ഓഗസ്റ്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പുതിയ ഡയറക്ടറായി നിയമിതനായത് രാഹുൽ നവീൻ. ഉദയശക്തി 2024 ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ്? ഇന്ത്യ, മലേഷ്യ. വേദി കുവാന്തൻ, മലേഷ്യ. 2022 സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ കടമ്മനിട്ട സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഹരിത സാവിത്രി. നോവൽ സിൻ. അതിക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്ക് അടിയന്തര സഹായവും പിന്തുണയും ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ ഹെൽപ്പ് ഡെസ്കാണ് സ്നേഹിത. മഹാരാഷ്ട്രയിൽ ആദ്യ സോളാർ ഗ്രാമം മാനന്തവാടി. സദ്ഭവന ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? രാജീവ് ഗാന്ധി. 2024 അന്താരാഷ്ട്ര ഭക്ഷ്യസുരക്ഷാ കോൺഫറൻസിന് വേദിയാകുന്നത് ദുബായ്. സംസ്ഥാനത്തെ എല്ലാ ഹൈസ്കൂളുകളും 12 ക്ലാസ് വരെയാക്കി സെക്കൻഡറി ആക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ഖാദർ കമ്മിറ്റി. ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ 150ാമത് വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രദർശന മത്സര വേദി മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ട്, ഓസ്ട്രേലിയ. പഴങ്ങളിൽ നിന്ന് കേരള കാർഷിക സർവകലാശാല നിർമ്മിക്കുന്ന വൈനാണ് നിള. ഉന്നത വിജയം കരസ്ഥമാക്കുന്ന ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വിജയാമൃതം. ഇന്ത്യയുടെ പുതിയ പ്രതിരോധ സെക്രട്ടറി നിയമിതനാകുന്നത് രാജേഷ് കുമാർ സിംഗ്. 2024 ഓഗസ്റ്റിൽ അന്തരിച്ച അത്ലറ്റിക് പരിശീലകൻ SS കൈമൾ. 2024 ഓഗസ്റ്റ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയായി നിയമിതനായത് ഗോവിന്ദ് മോഹൻ. പാരീസ് പാരലിമ്പിക്സ് 2024 ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിക്കുന്നത് സുമിത് ആന്റിൽ, ജാവലിൻ ത്രോ, ഭാഗ്യശ്രീ ജാദവ്, ഷോട്ട് പുട്ട് പ്ലെയർ. വനിതാ ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി ബംഗ്ലാദേശിൽ നിന്നും ഏത് രാജ്യത്തിലേക്കാണ് മാറ്റിയത്? UAE. ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിൻ്റെ ബൗളിംഗ് പരിശീലകൻ മോണി മോർക്കൽ. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവശേഷം കൈക്കുഞ്ഞിനെ പരിപാലിക്കാനുള്ള സഹായ പദ്ധതിയാണ് മാതൃജ്യോതി. തായ്ലാൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രി പയേതുങ്താൻ സിനാവത്ര. ഗോത്ര സമൂഹങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനായി 2024 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത ഗ്രാം അഭിയാൻ. ഇന്തോനേഷ്യയുടെ പുതിയ തലസ്ഥാനം നുസാന്തര. 6ാമത് ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി കൊച്ചി. കേരളത്തിൻ്റെ 49ാമത്തെ ചീഫ് സെക്രട്ടറിയായി നിയമിതയാകുന്നത് ശാരദാ മുരളീധരൻ. 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേട്ടത്തിൽ ഒന്നാമതെത്തിയ രാജ്യം അമേരിക്ക. 40 സ്വർണ്ണമടക്കം 126 മെഡലുകളാണ് അമേരിക്ക സ്വന്തമാക്കിയത്. 2ാം സ്ഥാനത്ത് ചൈന, 40 സ്വർണ്ണമടക്കം 91 മെഡലുകൾ. 3ാം സ്ഥാനം ജപ്പാൻ, 20 സ്വർണ്ണമടക്കം 45 മെഡലുകൾ. നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം 71ാമതാണ്. 1 വെള്ളിയും 5 വെങ്കലവും അടങ്ങുന്ന 6 മെഡലുകളാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. 2024 പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ ഗുസ്തിയിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് അമൻ ഷെരാവത്ത്. ഹരിയാനക്കാരനാണ്. ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ മെഡൽ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരവുമാണ് അമൻ ഷെരാവത്ത്. 2028 ഒളിമ്പിക്സിന് വേദിയാകുന്ന രാജ്യമാണ് അമേരിക്ക. ലോസ് ഏഞ്ചൽസ്. 3ാം തവണയാണ് ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ വേദിയാകുന്നത്. പാരീസ് ഒളിമ്പിക്സിന് ജാവലിൻ ത്രോയിൽ എത്ര ദൂരം എറിഞ്ഞാണ് നീരജ് ചോപ്ര വെള്ളി മെഡൽ നേടിയത്? 89.45 മീറ്റർ.
നീരജ് ചോപ്ര വെള്ളി മെഡൽ നേടിയത് 89.45 മീറ്റർ. സന്തോഷ് ട്രോഫിക്കുള്ള കേരള ടീമിൻ്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് MBB തോമസ്. ആരോഗ്യ മേഖലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന ആർദ്ര കേരള പുരസ്കാരം 2022-23 നേടിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ: മികച്ച ജില്ല എറണാകുളം, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പേരമ്പ്ര കോഴിക്കോട്, മികച്ച ഗ്രാമപഞ്ചായത്ത് മണിയുടെ എറണാകുളം, മികച്ച മുനിസിപ്പാലിറ്റി പൊന്നാനി മലപ്പുറം, മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന് 2023 മികച്ച കർഷകനുള്ള സിബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ പുരസ്കാരം CD രവീന്ദ്രൻ നായർ, ഇടുക്കി വണ്ടൻമേട്. 2023 കർഷക തിലക പുരസ്കാരം ലഭിച്ചത് ബിന്ദു K, പട്ടുവം, കണ്ണൂർ. 2023 മികച്ച തെങ്ങ് കർഷകനുള്ള കേസരി പുരസ്കാരം PD സുഷമ താനള്ളൂർ മലപ്പുറം. PD സുഷമ. സാങ്കേതിക രംഗത്തെ മികവിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വിശിഷ്ട സേവനത്തിനുള്ള വിജ്ഞാൻ ശ്രീ പുരസ്കാരം ലഭിച്ച മലയാളി വനിതയാണ് ഡോക്ടർ അന്നപൂർണി സുബ്രഹ്മണ്യൻ. 2024 ഓഗസ്റ്റ് 75ാമത് വാർഷികം ആചരിച്ച ഇന്ത്യൻ കറൻസി നോട്ടാണ് ₹1. 1949 ഓഗസ്റ്റ് 12-നാണ് കേന്ദ്ര ധനമന്ത്രാലയം ₹1 നോട്ട് പുറത്തിറക്കിയത്. സ്വാതന്ത്ര്യ ഇന്ത്യയിലെ കറൻസി നോട്ട് പുറത്തിറങ്ങിയിട്ട് ഒരു 75 വർഷം. ഛത്തീസ്ഗഡിൽ നിലവിൽ വരുന്ന 4ാമത്തെ ടൈഗർ റിസർവാണ് ഗുരുഘാസിദാസ് താമോർ പിംഗ്ല ടൈഗർ റിസർവ്. ഗുരുഘാസിദാസ് താമോർ പിംഗ്ല ടൈഗർ റിസർവ്. ഛത്തീസ്ഗഡിൽ നിലവിലുള്ള റിസർവുകൾ: ഇന്ദ്രാവതി ടൈഗർ റിസർവ്, ഉദാന്തി സീതാ നദി ടൈഗർ റിസർവ്, അച്ചനഗ്മാർ ടൈഗർ റിസർവ്. കൃഷി വകുപ്പ് യോഗങ്ങൾ ലൈവായി സംപ്രേഷണം ചെയ്യാൻ തുടക്കമിടുന്ന പദ്ധതിയാണ് വെളിച്ചം. കൃഷി വകുപ്പ് ലൈവായി സംപ്രേഷണം ചെയ്യാൻ തുടക്കമിടുന്ന പദ്ധതിയാണ് വെളിച്ചം. വയനാട് ദുരന്തത്തിലെ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് കവി പ്രഭാ വർമ്മ എഴുതിയ കവിതയാണ് ഉറ്റവർ. വയനാട് ദുരന്തത്തിന് സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തെ കുറിച്ച് കവി പ്രഭാ വർമ്മ എഴുതിയ കവിത ഉറ്റവർ. വൈദ്യുതി ഉൽപാദനത്തിനായി കാറ്റാടി യന്ത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കടുവ സങ്കേതമാണ് പെരിയാർ കടുവാ സങ്കേതം. രാജ്യാന്തര വിമാന സർവീസുകളിൽ യാത്രക്കാർക്ക് സൗജന്യ വൈഫൈ നൽകുന്ന ആദ്യ ഇന്ത്യൻ കമ്പനിയാണ് വിസ്താര. ഇന്ത്യൻ വ്യോമസേനയുടെ നേതൃത്വത്തിൽ 2024 നടക്കുന്ന സൈനിക അഭ്യാസമാണ് തരംഗ് ശക്തി. 1ാം ഘട്ടത്തിൻ്റെ വേദി സൂലൂർ തമിഴ്നാട്ടിലാണ്. 2ാം ഘട്ടം വേദി ജോധ്പൂർ രാജസ്ഥാൻ. 10 പ്രാദേശിക ഭാഷകളിൽ ലോകസഭാ നടപടികൾ സംപ്രേഷണം ആരംഭിച്ച സർക്കാർ ടെലിവിഷൻ ചാനലാണ് സൻസദ് TV. ഒഡിയ, പഞ്ചാബി, തെലുങ്ക്, ബംഗാളി, ആസാമീസ്, കന്നഡ, ഗുജറാത്തി, തമിഴ്, മറാത്തി, മലയാളം എന്നീ ഭാഷകളിലാണ് ലോകസഭാ നടപടികൾ സംപ്രേഷണം ആരംഭിച്ചത്. പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും പൊതുകാര്യ പരിപാടികൾ സംപ്രേഷണം ചെയ്യുന്ന സർക്കാർ ടെലിവിഷൻ ചാനലാണ് സൻസദ് TV. ജീവിതശൈലി രോഗങ്ങളെ വരുതിയിലാക്കാനുള്ള ഹോമിയോപ്പതി വകുപ്പിൻ്റെ പദ്ധതിയാണ് ആയുഷ്മാൻ ഭവ. 2024 കാർഷിക സാമ്പത്തിക വിദഗ്ധരുടെ അന്താരാഷ്ട്ര സമ്മേളനം സംഘടിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ന്യൂഡൽഹി. 3 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ സമ്മേളനം സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര കാർഷിക സംഘടനയാണ്. അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയ തുംഗഭദ്ര അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കർണാടക. കർണാടകയിലെ ഹോസ്പേട്ടിൽ ഗേറ്റ് ചങ്ങല പൊട്ടിയതിനെ തുടർന്ന് തുംഗഭദ്ര ഡാമിൻ്റെ ഗേറ്റ് ഒഴുകിപ്പോയിരുന്നു. 2024 ബുക്കർമാൻ ടാഗോർ സ്മൃതി പുരസ്കാർ ജേതാവായ തമിഴ് സാഹിത്യകാരനാണ് കുറിഞ്ചി വേലൻ. ഇന്ത്യയിൽ ആദ്യമായി ശുചീകരണത്തിന് റോബോട്ടിക് സംവിധാനം ഏർപ്പെടുത്തിയ വിമാനത്താവളമാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. ടെന്നീസ് പുരുഷ സിംഗിൾസിൽ ഒളിമ്പിക്സ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഗോൾഡ് മെഡൽ ജേതാവാണ് നോവാക് ജോക്കോവിച്ച്. 2024 ഓഗസ്റ്റ് തിമോർ ലെൻസ്തെ രാജ്യത്തിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് കോളർ ഓഫ് ദി ഓർഡർ ഓഫ് തിമോർ ലെൻസ്തെ എന്ന ബഹുമതി ലഭിച്ച ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. തിമോർ ലെൻസ്തെ സന്ദർശിക്കുന്ന ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു.
2024 ഓഗസ്റ്റ് വാർത്താ പ്രാധാന്യം നേടിയ ബംഗ്ലാദേശിലെ ഒരേയൊരു പവിഴ ദ്വീപാണ് സെന്റ് മാർട്ടിൻസ് ദ്വീപ്. ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടാണ് ഈ ദ്വീപ് വാർത്താ പ്രാധാന്യം നേടിയത്. ഓഹരി വിപണി നിയന്ത്രണ അതോറിറ്റിയായ സെബി ഉപയോക്താക്കൾക്കായി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ചാറ്റ് ബോട്ടാണ് സേവ. 2024 ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് കുട്ടി അഹമ്മദ് കുട്ടി. ഓൺലൈൻ വഴി വരുന്ന വ്യാജ വാർത്തകൾ പ്രതിരോധിക്കാൻ 5 മുതൽ 10 ക്ലാസുകളിലെ കുട്ടികൾക്ക് നൽകുന്ന പ്രത്യേക ഡിജിറ്റൽ സാക്ഷരതാ പരിശീലന പരിപാടിയാണ് സത്യമേവ ജയതേ. പദ്ധതി നടപ്പിലാക്കുന്നത് കൈറ്റ് കേരളയാണ്. കാർഷിക സേവനങ്ങളിൽ ഏകജാലക സംവിധാനം കൊണ്ടുവരുന്നതിനായി സംസ്ഥാന കൃഷി വകുപ്പ് അവതരിപ്പിച്ച ആപ്പാണ് കതിർ. 2024 ഓഗസ്റ്റ് കശൂർ റിവാജ് കൾച്ചർ ഫെസ്റ്റിവൽ അരങ്ങേറിയത് ബാരാമുള്ള, ജമ്മു കാശ്മീർ. 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണ സേവനങ്ങൾ ഒരുക്കുന്നതിന് കുടക്കീഴിൽ ഉറപ്പിക്കുന്നതാണ് ആരോഗ്യ കിരണം പദ്ധതി. ഇന്ത്യയിലെ ആദ്യ 3D പ്രിന്റഡ് സ്കൂൾ നിലവിൽ വരുന്നത് ഇറ്റാനഗർ, അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ഓഗസ്റ്റ് 15. 2028 സമ്മർ ഒളിമ്പിക്സ് വേദി ലോസ് ഏഞ്ചൽസ്, USA. സമ്മർ ഒളിമ്പിക്സിൽ 34ാമത്തെ എഡിഷനാണ് ലോസ് ഏഞ്ചൽസിൽ വെച്ച് 2028 നടക്കുന്നത്. ഇന്ത്യയുടെ പുതിയ ക്യാബിനറ്റ് സെക്രട്ടറിയായി നിയമിതനായത് TV സോമനാഥൻ. രാജീവ് ഗൗബയുടെ പിൻഗാമിയായിട്ടാണ് വരുന്നത്. വിദ്യാർത്ഥിനികൾക്ക് സാനിറ്ററി നാപ്കിൻ വാങ്ങാൻ പണം നൽകുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. സംസ്ഥാന വ്യാപകമായി പ്രമുഖ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ വീട്ടിലും സ്ഥാപനങ്ങളിലും GST വകുപ്പ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഗ്വാപ്പോ. ഇന്ത്യയിലെ ആദ്യ മുങ്ങിക്കിടക്കുന്ന മ്യൂസിയം നിലവിൽ വരുന്നത് ഡൽഹിയിലാണ്. ഹുമയൂൺ ശവകുടീര സമുച്ചയത്തിൽ ഇന്ത്യയിൽ ആദ്യത്തെ മുങ്ങിക്കിടക്കുന്ന മ്യൂസിയം നിലവിൽ വരുന്നത്. GSTകൾക്ക് മുമ്പുള്ള നികുതി കുടിശ്ശികകൾ തീർക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് ആംനെസ്റ്റി പദ്ധതി. അന്തരീക്ഷത്തിലെ ഈർപ്പം ജലമാക്കി മാറ്റി ശുദ്ധീകരിച്ച് ഉപയോഗിക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതിയാണ് മേഘദൂത് പദ്ധതി. 2024 ഓഗസ്റ്റ് അന്തരിച്ച ഇംഗ്ലണ്ടിന്റെ ഗ്രാഹാം തോർപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. പുതിയ കേരള സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർമാനാണ് ജസ്റ്റിസ് B. സുധീന്ദ്ര കുമാർ. കേരള സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ നിലവിൽ വന്നത് 1990-ലാണ്. കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. ഓരോ ജില്ലയുടെയും തനത് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന പ്രദർശന കേന്ദ്രങ്ങളായ പ്രധാനമന്ത്രി ഏകതാ മാൾ സ്ഥാപിക്കുന്ന കേരളത്തിലെ ജില്ലയാണ് തിരുവനന്തപുരം. 2024 ഓഗസ്റ്റ് അന്തരിച്ച സാറ എബ്രഹാം ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചിത്രകല. 2024 ഓഗസ്റ്റ് പെൺകുട്ടികൾക്കുള്ള വിവാഹപ്രായം 18-ൽ നിന്ന് 9-ലേക്ക് കുറയ്ക്കുന്നതിന് ബില്ല് ശുപാർശ ചെയ്ത രാജ്യം ഇറാഖ്. ഈ ഭേദഗതി നിലവിൽ വന്നാൽ പെൺകുട്ടികൾക്ക് വിവാഹപ്രായം 9 വയസ്സും ആൺകുട്ടികൾക്ക് 15 വയസ്സുമായിരിക്കും. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് നേതൃത്വ പരിശീലനം നൽകാൻ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ തുടങ്ങിയ പദ്ധതിയാണ് പ്രതിഭ പോഷൻ പദ്ധതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാനാണ് CS സെട്ടി. 2024 ഓഗസ്റ്റിൽ അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ വിദേശകാര്യ മന്ത്രിയുമായ വ്യക്തിയാണ് നട്വർ സിംഗ്. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും കിടപ്പുരോഗികളെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം 600 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാ കിരണം. പാരീസ് ഒളിമ്പിക്സ് ഫൈനലിനു മുൻപായി അയോഗ്യയാക്കപ്പെട്ട ഇന്ത്യൻ വനിതാ ഗുസ്തി താരമാണ് വിനേഷ് ഫോഗട്ട്. ഭാരപരിശോധനയിൽ നിശ്ചിത ഭാരത്തേക്കാൾ 100 ഗ്രാം കൂടുതലാണെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് അയോഗ്യയാക്കിയത്. ഒളിമ്പിക്സ് ഗുസ്തി ഫൈനലിൽ കടക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് വിനേഷ് ഫോഗട്ട്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഏതു രാജ്യത്തെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ഹോക്കി ടീം വെങ്കലം നേടിയത്? സ്പെയിനിനെ 1-2 ഗോളുകൾക്കാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. പാരീസ് ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷനിൽ ഇന്ത്യയ്ക്കായി വെങ്കല മെഡൽ നേടിയത് സ്വപ്നിൽ കുശാലെ, മഹാരാഷ്ട്ര. 2024 പാരീസ് ഒളിമ്പിക്സിലെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാകയേന്തുന്ന കായികതാരം PR ശ്രീജേഷ്, മനു ഭാസ്കർ. ഷൂട്ടിംഗ് താരങ്ങൾ. പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഗോൾ കീപ്പറാണ് PR ശ്രീജേഷ്. 2 ഒളിമ്പിക്സ് മെഡൽ നേടിയ ഒരേയൊരു മലയാളിയാണ് PR ശ്രീജേഷ്. ഒളിമ്പിക്സിൽ ആദ്യ 2 മെഡൽ സ്വന്തമാക്കിയ ഇന്ത്യൻ വനിതാ താരം മനു ഭാസ്കർ. ലോകത്തിലെ ആദ്യ അതിവേഗ കാർബൺ ഫൈബർ ട്രെയിൻ നിലവിൽ വരുന്ന രാജ്യം ചൈന. അടുത്തിടെ ബംഗ്ലാദേശിലെ ഏത് തുറമുഖത്തെ ടെർമിനൽ പ്രവർത്തനാവകാശമാണ് ഇന്ത്യ നേടിയത്? മോഗ്ല.
പാരീസ് ഒളിമ്പിക്സ് പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിളിൽ 3 പൊസിഷനിൽ ഇന്ത്യയ്ക്കായി വെങ്കല മെഡൽ നേടിയത് സ്വപ്നിൽ കുശാലെ. അടുത്തിടെ അന്തരിച്ച വിഖ്യാത ഭരതനാട്യം കുച്ചിപ്പുടി നർത്തകി യാമിനി കൃഷ്ണമൂർത്തി. യാമിനി കൃഷ്ണമൂർത്തിയുടെ ആത്മകഥയാണ് എ പാഷൻ ഫോർ ഡാൻസ്. 2024 ഓഗസ്റ്റിൽ പേര് മാറ്റിയ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളാണ് കൊച്ചുവേളി, നേമം, തിരുവനന്തപുരത്തെ. നേമം ഇപ്പോൾ തിരുവനന്തപുരം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ എന്നും കൊച്ചുവേളി തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷനുമെന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടാക്കുന്ന 19 പ്രദേശങ്ങളുടെ പട്ടികയിൽ കേരളത്തിൻ്റെ സ്ഥാനം 6ാം സ്ഥാനത്താണ്. ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കാമ്പനിൽ ഓഫ് ദ ഓർഡർ ഓഫ് ഫിജി പുരസ്കാരം 2024 അർഹയായ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. 2024 പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗമേറിയ താരം നോഹ ലൈൽസ്. 2024 പാരീസ് ഒളിമ്പിക്സിലെ ഏറ്റവും വേഗതയേറിയ വനിതാ താരമാണ് ജൂലിയൻ ആൽഫ്രഡ്. 2024 ഓഗസ്റ്റ് അന്തരിച്ച ബഹുഭാഷാ പണ്ഡിതനും വിവർത്തകനും അധ്യാപകനുമായ വ്യക്തിയാണ് പ്രൊഫസർ CG രാജഗോപാൽ. ദേശീയ ജാവലിൻ ദിനം ഓഗസ്റ്റ് 7. 2021 ഓഗസ്റ്റ് 7 നടന്ന ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ നീരജ് ചോപ്ര സ്വർണം നേടിയ ഓർമ്മയ്ക്കായിട്ടാണ് ഓഗസ്റ്റ് 7 ദേശീയ ജാവലിൻ ദിനമായി ആചരിക്കുന്നത്. ഹിരോഷിമ ദിനം ഓഗസ്റ്റ് 6, നാഗസാക്കി ദിനം ഓഗസ്റ്റ് 9. 2024 ഓഗസ്റ്റ് അന്തരിച്ച സാമൂഹിക പ്രവർത്തകയാണ് ശോഭന റനാഡെ. ആഭ്യന്തര കലാപത്തെ തുടർന്ന് 2024 ഓഗസ്റ്റിൽ രാജിവെച്ച ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയാണ് ഷെയ്ഖ് ഹസീന. ബംഗ്ലാദേശിൽ രൂപീകരിച്ച ഇടക്കാല സർക്കാരിൽ നേതൃത്വം നൽകുന്ന നോബൽ പുരസ്കാര ജേതാവാണ് മുഹമ്മദ് യൂനസ്. കരസേന മെഡിക്കൽ സർവീസിലെ ആദ്യ വനിതാ ഡയറക്ടർ ജനറലായി നിയമിക്കുന്നത് ലഫ്റ്റനന്റ് ജനറൽ സാധന സക്സേന നായർ. ഇറാൻ സന്ദർശനത്തിനിടെ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പാലസ്തീൻ സംഘടനയായ ഹമാസിൻ്റെ രാഷ്ട്രീയ കാര്യ മേധാവിയാണ് ഇസ്മായിൽ ഹാനിയ. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ രക്ഷാപ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ബെയിലി പാല നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ സൈനിക സംഘത്തിലെ ഏക വനിതയാണ് മേജർ സീത ഷെൽക്കെ. 16ാമത് രാജ്യാന്തര ഡോക്യുമെൻ്ററി ഹസ് ചിത്രമേളയിൽ മികച്ച ഡോക്യുമെൻ്ററിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് വസുദൈവ കുടുംബം. സംവിധാനം ആനന്ദ് പട്വർദ്ധൻ. 2024 ഓഗസ്റ്റിൽ അന്തരിച്ച പശ്ചിമ ബംഗാളിലെ മുൻ മുഖ്യമന്ത്രിയാണ് ബുദ്ധദേവ് ഭട്ടാചാര്യ. ദേശീയ കൈത്തറി ദിനം ഓഗസ്റ്റ് 7. 2005 ദേശീയ ദുരന്ത നിവാരണ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് 2024 ഓഗസ്റ്റ് 1. ബില്ല് അവതരിപ്പിച്ച കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ്. ഓണത്തിന് വിഷരഹിത പഴങ്ങളും പച്ചക്കറികളും ഉൽപ്പാദിപ്പിക്കുന്നതിനായുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് ഓണക്കനി 2024. ഓണത്തിന് ആവശ്യമായ പൂക്കൾ കൃഷി ചെയ്തു വിപണിയിൽ എത്തിക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് നിറപ്പൊലിമ 2024. 2023 കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്തിന് അർഹയായത് MR രാഘവ വാര്യർ, CL ജോസ്. 2025 HIV അണുബാധ ഇല്ലാതാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ക്യാമ്പയിനാണ് 1-0. വിദ്യാഭ്യാസ ആവശ്യ നിയമം നഴ്സറി പ്രവേശനത്തിന് ബാധകമാണെന്ന് വിധി പ്രഖ്യാപിച്ചത് വിദ്യാഭ്യാസ അവകാശ നിയമം നഴ്സറി പ്രവേശനത്തിന് ബാധകമാണെന്ന് വിധി പ്രഖ്യാപിച്ചത് മദ്രാസ് ഹൈക്കോടതി. ഡോക്ടർ സുകുമാർ അരീക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് അർഹയായത് T. പത്മനാഭൻ. അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയ ഇന്ത്യയിലെ ആൻഡമാൻ ദ്വീപുകളിൽ കാണപ്പെടുന്ന അന്തമാനിസ് ചാൾസ് ഡാർവിൻ എന്ന ജീവിവർഗം തവള. ഏത് രാജ്യത്തിൻ്റെ പ്രസിഡന്റായിട്ടാണ് നിക്കോളാസ് മഡൂറോ തുടർച്ചയായി 3ാം തവണയും തെരഞ്ഞെടുത്തത്? വെനസ്വേല. സർക്കാർ സ്കൂളുകളുടെ പേരിൽ നിന്ന് ട്രൈബൽ എന്ന വാക്ക് മാറ്റണമെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതി. കർണാടകയിലെ രാമനഗര ജില്ലയിലെ പുതിയ പേരാണ് ബാംഗ്ലൂർ സൗത്ത്. അനധികൃതമായി നഗരത്തിലെ ഫുട്പാത്തുകൾ കയ്യേറുന്നവർക്കെതിരെ എറണാകുളം ജില്ലാ ഭരണകൂടം ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഫുട്പാത്ത്. സുഖോയ് യുദ്ധവിമാനത്തിൽ സഞ്ചരിക്കുന്ന 4ാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. APJ അബ്ദുൽ കലാം, പ്രതിഭ പാട്ടീൽ, രാംനാഥ് കോവിന്ദ് എന്നിവരാണ് ഇതിനു മുമ്പ് സഞ്ചരിച്ചത്. ISRO നാസ സംയുക്ത ദൗത്യമായ ആക്സിയം 4 ദൗത്യത്തിൻ്റെ ഭാഗമായി ബഹിരാകാശ യാത്രയുടെ ഭാഗമാകുന്ന ഇന്ത്യക്കാരനാണ് ശുഭാൻശു ശുക്ല. കേരളത്തിലെ ആദ്യത്തെ മറൈൻ ഓഷ്യനേറിയം നിലവിൽ വരുന്നത് കൊല്ലത്താണ്. കൊല്ലം. അമീബിക് മസ്തിഷ്ക ജ്വര ചികിത്സയ്ക്കുള്ള ജീവൻ രക്ഷാ മരുന്നായ മിൽറ്റി ഫോസിൽ ഏത് രാജ്യത്തു നിന്നാണ് കേരളത്തിൽ എത്തിച്ചത്? ജർമ്മനി.
ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ 115 സമാധി വാർഷികമാണ് 2025 ഓഗസ്റ്റിൽ ആചരിച്ചത്? തൈക്കാടയ്യ. വയനാട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന കുട്ടികളുടെ മാനസിക സംഘർഷം കുറയ്ക്കാൻ ജില്ലാ ശിശു സംരക്ഷണ യൂണിയൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് കുട്ടിയിടം. 2024 ഓഗസ്റ്റിലെ കണക്കു പ്രകാരം കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയില്ലാത്ത ഏക ജില്ല ആലപ്പുഴയാണ്. സർവീസ് ചട്ടങ്ങളിൽ ഭിന്നശേഷിക്കാർ എന്ന വാക്കു മാത്രമേ ഉപയോഗിക്കാവൂ എന്ന ഉത്തരവ് പുറത്തിറക്കിയ സംസ്ഥാനമാണ് കേരളം. സംസ്ഥാനത്തെ ഹീമോഫീലിയ ബാധിതരായ 18 വയസ്സിനു താഴെയുള്ള എല്ലാ കുട്ടികൾക്കും എമിസിസുമാബ് എന്ന മരുന്ന് സൗജന്യമായി നൽകുമെന്ന് തീരുമാനിച്ച സംസ്ഥാനം കേരളമാണ്. 9 തവണയും സ്വന്തം റെക്കോർഡ് തിരുത്തിക്കൊണ്ട് പാരീസ് ഒളിമ്പിക്സിൽ സ്വർണം നേടിയ അർമാൻഡ് മോണ്ടോ ഡുപ്ലാന്റിസ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പോൾ വോൾട്ട്. സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച നേഴ്സിനുള്ള സിസ്റ്റർ ലിനി പുതുശ്ശേരി പുരസ്കാരം 2024 ലഭിച്ചത് ഗീതാ സുരേഷ് ബാബുവിനാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി ആദ്യ മെഡൽ നേടിയത് മനു ഭാസ്കറാണ്. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റലിൽ വെങ്കല മെഡലാണ് അദ്ദേഹം നേടിയത്. ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് മനു ഭാസ്കർ. ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കി. 2024 ജൂലൈ ശക്തമായ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചുരൽമല പ്രദേശം ഏത് ജില്ലയിലാണ്? വയനാട്. 2024 ജൂലൈ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന ആസാമിലെ നിർമ്മിതിയാണ് മൈദം ശവകുടീരങ്ങൾ. ആസാമിലെ ആഹോം രാജവംശത്തിൻ്റെ ശവകുടീരങ്ങളാണിവ. സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വ കേരളമായി പ്രഖ്യാപിക്കുന്നത് എന്ന്? 2025 മാർച്ച് 30. 2024 ജൂലൈ തായ്വാനിലും ഫിലിപ്പീൻസിലും കനത്ത നാശം വിതച്ച ചുഴലിക്കാറ്റാണ് ഗെയ്മി ചുഴലിക്കാറ്റ്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിനും അശോക ഹാളിനും നൽകിയ പുതിയ പേരുകൾ. ദർബാർ ഹാളിൻ്റേത് ഗണതന്ത്ര മണ്ഡപ്, അശോക് ഹാളിൻ്റേത് അശോക് മണ്ഡപ്. ഗണതന്ത്ര എന്നതിനർത്ഥം റിപ്പബ്ലിക് എന്നാണ്. അയോധ്യയിലെ രാംലല്ലയെ ചിത്രീകരിക്കുന്ന ലോകത്തെ ആദ്യ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യമാണ് ലാവോസ്. സ്റ്റാമ്പ് പുറത്തിറക്കിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ്. 2024 വനിതാ T20 ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് കിരീട ജേതാക്കളാണ് ശ്രീലങ്ക. ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഓഗസ്റ്റ് 23. ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീം ഇനത്തിൽ വെങ്കലം നേടി ഭാസ്കറും സരബ് ജ്യോത് സിംഗ് ടീമുമാണ്. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.